ഇല്ലെങ്കിൽ നിന്റെ തലയിൽ വെച്ചിട്ടുള്ള വക്കൂലത്തും ഉത്തരത്തില് മുട്ടും. വക്കോർത്തത് മാത്രമോ? എന്റെ ഈ തല തന്നെ കേശവൻ ചേട്ടന്റെ തൃപ്പാദത്തിനിടെ തിരികെ വെച്ചിരിക്കുകയല്ലേ. എന്താണോ കാര്യം? നിന്നെ ഇപ്പൊ ഉണ്ണിയമ്മ അങ്ങോട്ട് വിളിപ്പിക്കും. തള്ള അറിഞ്ഞു. അതല്ലടാ, രണ്ട് ജാതകങ്ങൾ തമ്മിൽ ചേർച്ച നോക്കാൻ. അപ്പൊ താൻ എന്ത് ചെയ്യും? നോക്കും. നോക്കണ്ടേ? നോക്കണം. നോക്കാം. പക്ഷെ എങ്ങനെ നോക്കിയാലും ജാതകങ്ങൾ തമ്മിൽ ചേരാൻ പാടില്ല. അതിപ്പോ നോക്കിയാലല്ലേ പറയാൻ പറ്റൂ. നോക്കാണ്ട് തന്നെ പറയണം ചേരില്ല എന്ന്. എങ്കിൽ പിന്നെ നോക്കാണ്ടിരുന്നാ പോരെ. അതല്ലടോ, നോക്കിയിട്ട് നിങ്ങളുടെ ഇങ്ങനെ ഒരു പരിപാടി. ബുധൻ ശുക്രന്റെ ഉള്ളിക്കറി, ശുക്രൻ ചൊവ്വയുടെ ഉള്ളിക്കറി, വ്യാഴം വെള്ളി ശനി ഞായർ ഇതൊക്കെ വെച്ചിട്ട് ഈ രണ്ട് ജാതകങ്ങൾ ചേരില്ല എന്ന് താൻ ഒരു കള്ളം പറയണം. കള്ളം പറയാനോ? ഞാനോ? കുടുംബി കുമ്പടി കുമ്പടി, നിനക്ക് കള്ളം പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ മോനെ. അസ്പ്രസ്ഥാന ഹൃദസ്തന്തയും പ്രവൃത്തിന്മുഖരെ നുണയന്തിയും എന്നൊരു ശ്ലോകമുണ്ട്. പ്രവൃത്തിക്ക് നിരക്കാത്ത നുണ പറയാൻ പാടില്ല എന്ന് സാരം. ഈ മുസ്താരം കേട്ടി തന്നാലുണ്ടല്ലോ, അടുത്ത ഗുരുവായൂർ ഏകാദശിക്ക് വേണ്ടി ഞാൻ ഈ കാലെടുക്കുള്ളൂ. അപ്പം